ശീതളട്ടോ അതെ പെരുമ്പാമ്പ് നമ്മളെ പെരയില് പറമ്പിലൊരു പെരുമ്പാമ്പ് ഒരു ആട്ടുകുട്ടീനെ പൗതി മിണിങ്ങിക്കണം. അയ്യോ ആരെ? നമ്മളെ ആട്ടുകുട്ടീനാണ്. അന്റെ കോയിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, അത് സത്യശീലനല്ല, പെരുമ്പാമ്പാണ്. ആ ഇവിടെ പരിസര പ്രദേശത്ത് ഒരുപാട് സാധനത്തിന് തിന്നിക്കണം പോലെ. അത് ഞാൻ വന്നിട്ട് എന്താ കാര്യം? ആരെങ്കിലും വേണം, ആരും ഇല്ല അവിടെ. ആണുങ്ങള് ഫയർഫോഴ്സിലല്ലേ അറിയും. ഫയർഫോഴ്സ് എന്നല്ല, നോക്കി അങ്ങോട്ട് കണ്ടോ? അയ്യോ വലിയ സാധനാണ് ഇത്. നമുക്ക് പാമ്പിന്റെ നിലപാടെന്താന്ന് അറിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കി നിങ്ങൾ മാണ്ടാത്ത വർത്താനം പറയാണ്ട് എന്തെങ്കിലും. അല്ല, എന്നോട് പറഞ്ഞു ഇത് വളരെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവം. അത് ചില്ലറ പാമ്പല്ല. ശീതളേട്ടാ, നമുക്ക് വനം വകുപ്പിന് വിളിച്ചാലോ? വനം വകുപ്പിനൊന്നും ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല, അതിപ്പോ വിഴുങ്ങി തീരും. അതെ, സംഗതി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനിപ്പോ ഏറ്റവും ബെറ്റർ നമ്മുടെ സത്യനാ. സത്യശീലിനെ വിളിച്ചോ, അവൻ സകല സാധനത്തിനും പിടിക്കലോ. പാമ്പ് ചേമ്പ് എന്തോ അവന് പ്രശ്നമല്ല. സത്യനെ വിളിക്കാം. അത് വിഴുങ്ങണോ കഴിഞ്ഞ് സത്യനെ വിളിക്കാന്നല്ലേ. പക്ഷെ എന്നാലും പാമ്പിന്റെ ഒരു നിലപാടെന്താന്നറിയാൻ. അതെ, ഓർക്കന്നെ അത് പറ്റുള്ളൂ, നമുക്കൊന്നും പറ്റൂലെന്ന് പറ്റില്ല. നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. എന്താ കാണിച്ചോ? നിങ്ങൾ എന്ത് കാട്ടായി? നിങ്ങളിതേ നമ്മുടെ അടുത്തുള്ള ഫോറസ്റ്റിലെ കൊണ്ടേ ഏൽപ്പിക്കുക. വണ്ടി വിളിച്ചു. അയ്യോ ഞങ്ങൾക്ക് അത് പറ്റില്ലേ. ഞങ്ങൾക്ക് അത് വളരെ ഭയചകിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്ത ഒരു 1000 റുപ്യ അതെന്താ കൊടുക്ക്. 1000 റുപ്യൊക്കെ എങ്ങനെ കൊണ്ടുപോവാ? അതിപ്പോ നമ്മള് ചെങ്ങായി അതെ എന്താ ഇതോ, അതിപ്പോ നമ്മളിപ്പോ ഇവിടുത്തെ കാട്ടിലേക്ക് ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഇത്ര വലിയൊരു സാധനം ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ സമ്മതിക്കില്ല. അപ്പൊ പരിചയമുള്ള ഒരു ജീപ്പ് വിളിച്ചിട്ട് അവര് പറയണ കാശ് തന്നെ കൊടുക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഒരു 2500 റുപ്യ തരുമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവിടാം, അല്ലെങ്കിൽ സാധനം ഇതായിരിക്കണം. അല്ലോ 2500 കുറച്ച് കൂടുതൽ. എന്നാ വേണ്ട, ഒരു കാര്യം ചെയ്ത് കൊണ്ടുപോക്കാം. അയ്യോ സത്യേട്ടാ നോക്ക്, ഞങ്ങക്ക് വളരെ ഭയചകിതമായിട്ടുള്ള അവസ്ഥ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ. അല്ല ഇനിയിപ്പോ അത് കൂടുതലായി തോന്നുന്നുണ്ട്. അല്ല ഒരു കുഴപ്പമില്ല. എന്തിന് ഞങ്ങക്ക് എന്താ കൊടുക്കാം. നിങ്ങളൊരു നിഷ്പക്ഷാവസ്ഥയിൽ പറഞ്ഞ സംഗതി ഒഴിവാക്കുക. ഒരു 500 റുപ്യ കൊടുക്കും. എന്തിനാ സത്യം? അല്ല ഒരു ഉപകാരം ചെയ്യുമ്പോ ഇതിപ്പോ നമ്മൾ അവിടെ കൊണ്ടുവിടുന്ന പൈസ അല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അല്ല ചോദിച്ചു മാത്രം ആത്മസുഖത്തിനായിട്ട് ഒരു ആന്തരികമായിട്ട് പരിപാടി അവസാനിച്ച വേണ്ട. വേറൊരു പ്രശ്നം ഉണ്ട്. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാനിപ്പോ പിടിക്കുന്ന സമയത്ത് ഞാൻ നോക്കി, അപ്പൊ നോക്കുമ്പോ അത് ആണാണ്. അയ്യോ അത് കേട്ടോ അതിന്റെ ഇടയില്. പിന്നല്ലേ ഇതിന്റെ എണ ഈ വഴിക്ക് എവിടെയെങ്കിലും കാണും. എണയുണ്ടാവും, കുട്ടികളും ഉണ്ടാവും. സന്തോഷത്തിന് വിളിച്ചാൽ മതി കേട്ടോ, ഞങ്ങൾ വരാം. അതെ നമുക്ക് നിങ്ങൾ എന്ത് വെച്ചിട്ട് ഈ 2500 പേശിന്ന് തരാൻ സാധനം കൊണ്ടോട്ടെന്ന് വിചാരിക്കണ്ടേ? അതിന്റെ നിലപാടെന്താന്നറിയാം നമുക്ക്. കുറച്ച് കഴിയുമ്പോ അത് നന്നായിണ്ട്. എന്റെ അന്തരീക്ഷം മാറിയായിരുന്നു. സുമേഷേട്ടാ, അതെ ഒരു മലമ്പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതിനെ നെയ്യ് എടുത്തോണ്ടിരിക്കണേ. മലമ്പാമ്പിനെ കിട്ടിയിട്ടുണ്ട് വെച്ചാ പിന്നെ നെയ്യിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ നിങ്ങള്. നെയ്യ് ഞാനവിടെ കൊടുത്തയക്കാം കേട്ടാ. ഇല്ലല്ല, ഇറച്ചിപട വേണം. മറ്റേ പോങ്ങന്മാരെ തൃപ്തിപ്പെടുത്തണേ. ഇല്ല കുഴപ്പമാവും. എന്ത് ടേസ്റ്റ് അല്ലേ? എടാ, മലമ്പാമ്പിന്റെ ഇറച്ചി തിന്ന കാരിരുമ്പിന്റെ ശക്തിയാണ്. നമ്മൾ കൊല്ലത്തിലൊരിക്കൽ മലമ്പാമ്പിന്റെ ഇറച്ചി തിന്നേ പറ്റൂ. കാരണം അതങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ
ശരീരം ഇങ്ങനെ കാണണം കണ്ടാ. ഇപ്പൊ ഒരു കയ്യിലൊരു മുറിയായി കഴിഞ്ഞാൽ ഈ മലമ്പാമ്പിന്റെ നെയ്യ് എടുത്തിട്ട് ഒന്നിങ്ങനെ കാണിക്കുക. എന്നിട്ട് ആ മുറി ഇതാ ഇങ്ങനെ തടവുക. ഒരു 3 പിടുത്തം ഇത് അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ആ മുറി ഉണ്ടോ ഇല്ല നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ഇറച്ചി പോലെ തന്നെയാണ് നെയ്യും. ആ സത്യ ആ ഈ മലമ്പാമ്പിന്റെ നെയ്യ് എവിടെ? ഇതിന്റെ നെയ്യ് എവിടെ? ഇതിന് നെയ്യില്ലല്ലോ. ഇതിന് നെയ്യില്ല. അതെന്തേ? ഇത് അതിന് ഇതായിട്ടില്ല, പ്രായമായിട്ടില്ല. 65 കിലോ തൂക്കമുള്ള മലമ്പാമ്പിന് പ്രായമായിട്ടില്ല. എടാ തൂക്കണ്ട്, പക്ഷെ അതിനുള്ള മൂപ്പാവണ്ടേ. മൂപ്പായാലേ നെയ്യുണ്ടാവുള്ളൂ. അപ്പൊ അതിന് നെയ്യില്ല. നെയ്യില്ല. അത് പോട്ടെ, ഇത് കഴിക്ക്. അല്ല അത് കഴിക്കാത്തല്ലേ. അത് കഴിച്ചോക്ക്. ഈ നേരത്തെ ഒരുത്തന്നെ ഫോൺ ചെയ്തിരുന്നല്ലോ, അതായിരിക്കാ ഫോൺ ചെയ്തു? അത് പണിയുടെ കാര്യാന്ന് പറഞ്ഞേ. പണിയുടെ കാര്യമാണെന്ന് പറഞ്ഞില്ലേ. അതേനിപ്പോ എന്ത് പണിയുടെ കാര്യം എന്തോ ആയിക്കോട്ടെ. അയാളോട് നീ എന്തോ കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് കഴിച്ചാ വെറുതെ അല്ല, സത്യ കാര്യം പറയുമ്പോ പറയണം. നീ ആ കാശിന്റെ കാര്യം പറഞ്ഞില്ലേ അയാളോട്? അത് എത്രയാണെങ്കിലും ശരി, അതിന്റെ പകുതി പൈസ എനിക്ക് കിട്ടണം. ഏതിന്റെ പകുതി പൈസ? നീ എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ സത്യ. ഇതിന്റെ നെയ്യാണ് നീ കച്ചവടം ചെയ്തതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ എന്നെ അങ്ങോട്ട് പൊട്ടനാക്കാൻ നോക്ക. അതെ, ഇത് വെറുതെ എവിടെ ഇരുന്നിട്ട് ഇനി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് പ്രശ്നമാക്കരുത്. ഞാനും നിന്റെ കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ പിടിച്ച് ചാക്കിലാക്കി കൊണ്ടുവന്നത്. പക്ഷെ ഇതിന്റെ നെയ്യ് വെക്കുമ്പോ അതിന്റെ പകുതി പൈസ അപ്പൊ ഈക്ക് തരണ്ടേ? സുഗത, ഇതിന് നെയ്യില്ല എന്നുള്ളത് ഞാൻ നിന്നോട് നീ എന്ത് പൊട്ടത്തരടാ പറയണത്? നീ ഞാൻ ഒന്നല്ല ഒരുപാട് മലമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ടല്ലോ. നീ വലിയ ചില ചിലക്കണ വേണമെങ്കിൽ തിന്നിട്ട് പോന്റെ സുഗത. എന്ത് വേണമെങ്കിൽ എന്റെ ഓസിക്ക് തിന്നാൻ വന്നാലടാ ഞാൻ. എന്ത് എനിക്കും കൂടി അവകാശം കച്ചറകളാലേ ഒരു ഹേമദണ്ഡല്ലാത്തൊരു വ്യവസ്ഥയാണ് ഇയാൾ. ഉണ്ടോ അയാളുടെ ആ മൊത്തത്തിൽ ആ നിപ്പിൽ തന്നെ ഒരു അസ്ഥിവാരം ഉണ്ടോ നോക്കൂ. ഉണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ഈ മലമ്പാമ്പിന്റെ നെയ്യായാലും ഇറച്ചായാലും അതിന്റെ പകുതി എനിക്ക് വേണം. എന്റെ സുഖമായിട്ട് നിങ്ങൾ വെറുതെ ചൂടാവില്ല. ഇല്ല, പട്ടീനും പൂച്ചേനും പാമ്പിനൊക്കെ തറച്ച് മുറിച്ച് തിന്നാൻ തരുന്നില്ല ഈ പൊന്നു പോലത്തെ സത്യേട്ടൻ. അത് നിനക്ക് നന്ദി ഉണ്ടാവടാ. നീ ഓസിക്ക് തിന്നാൻ പറഞ്ഞ ഞാൻ അതുപോലല്ല. ആളുകൾ അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നാട്ടുകാരാ ഹലോ ഉണ്ണി എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അത് നെയ്യില്ലാത്ത ഒരു മലമ്പാമ്പുണ്ടായി, അതിന് കറി വെച്ച് നമ്മൾ തിന്നുപോയി. അത് സ്വയം ഒഴിവാക്കും. നെയ്യില്ലല്ലോ. അല്ല, അവരാ പാമ്പിനെ കറി വെച്ചോ? നിങ്ങൾ വേഗം പോലീസിനെ വിളിച്ചേ. ഹലോ സാറ് പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, ഇവിടെ ഒരു ദാരുണമായി ഒരു മലമ്പാമ്പിനെ കൊലപ്പെടുത്തിക്കൊണ്ട് അവര് നിഷ്ഠൂരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കറി വെച്ച് കഴിക്കുകയാണ് സാർ. തല്ലാണെന്ന് പറ. തല്ലാണ് ഇവിടെ. കൊല്ലുന്ന്. വേഗം വരാൻ പറ. വേഗം വരുമോ? കൊള്ളാം, മലമ്പാമ്പിനെ കറി വെച്ച് തിന്നു. ഇനിയിപ്പോ കുറച്ചുനാൾ അകത്ത് കിടന്ന് ഗോതമ്പുണ്ടേന്നില്ല. ഞാൻ തിന്നണ്ടല്ലോ അല്ലേ? എന്താ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ സാർ. എടാ നീയല്ലടാ പാമ്പിനെ ഇവനും കച്ചവടം ചെയ്തേ. വിറ്റല്ലേ സാറേ? പിന്നെ വിൽക്കുകയാണെങ്കിൽ എത്ര പൈസക്ക് വിൽക്കാം? ഓ അത് ശരി, ഇപ്പൊ നിനക്ക് കച്ചവടം ഉണ്ടല്ലേ? ഇല്ല, കച്ചവടമില്ല, ഒഴിവാക്കിയതാ സാറേ. എന്റെ വീട്ടിലെ ആട്ടുകുട്ടീനെ മിണിങ്ങിയതാണ് ഈ പാമ്പ്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി 3000 രൂപ കൊടുത്ത് അവന്റെ അടുത്ത് പറഞ്ഞാണ്. എടാ ഇവൻ ആ ആസ്ഥാന പാമ്പ് കൊടുത്ത കാരണം. ഇദ്ദേഹം നാട്ടിലത്തെ ഒരു ധൈര്യശാലി എന്നുള്ള നിലയ്ക്ക് ഒരു ആട്, കോഴി, കുതിര, സകല സാധനങ്ങളും കുറുക്കനെ വരെ പിടിക്കുന്ന ഒരാളാ. അപ്പൊ കുറുക്കനൊക്കെ പിടിക്കൂല്ലേ നീ? കുറുക്കനൊന്നുമില്ല സാറേ, അത് വെറുതെ പറയുന്നതാണ്. കുറുക്കനെ കഴിഞ്ഞ ആഴ്ച കഴിച്ചില്ലേ നമ്മള്? കുറുക്കനൊക്കെ ഉണ്ടെങ്കിൽ കേസ് ബലക്കും. കരിമ്പൂച്ചുണ്ട് സാർ, കരിമ്പൂച്ചന്റെ ഇറച്ചി എനിക്ക് ഇന്നലെ തന്നെ. എടാ ഈ കണ്ട ഈ നാട്ടിൽ കിടക്കണ ആടും കോഴിയും പോത്തും ഒക്കെ തിന്നട പോരായിട്ട് കാട്ടിൽ കിടക്കണ മൃഗങ്ങളെ നിനക്ക് തിന്നാലേ ഇറങ്ങുള്ളൂടാ. ഒരുപാട് പരാതി വേറെ ഉണ്ട് സാർ ഇവനെ കുറിച്ച്. ഇവിടെ അയൽവക്കക്കാർ ഇപ്പൊ ഇവനെ പേടിച്ചിട്ട് പിള്ളേരെ കളിക്കാൻ വിടണില്ല. അവരെ തല്ലിക്കൊന്ന് കൂട്ടാൻ വെച്ച് തിന്നാലേ വെറുതെ പറയാണ് സാർ. നിനക്ക് ആരുടെ സത്യശീലെന്ന് വരട്ടെ? അച്ഛൻ
നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അത് തല്ലിക്കൊന്ന് നീ കറി വെച്ചാ? അച്ഛൻ മരിച്ചു പോയി അയ്യോ, ജീവിച്ചിരുന്നെങ്കിൽ അവൻ കറി വെച്ചാനാ. അതെ, ഇങ്ങനെയുള്ള വന്യജീവികൾ വീട്ടിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത് അറിയാമോ? അറിയില്ല? എടോ, ഒന്നീ ഫോറസ്റ്റിനെ അറിയിക്കണം, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം. അതിനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കണേ. സാറേ ഓരൊക്കെ അറിയിച്ചിട്ട് വരുമ്പോഴേക്ക് പാമ്പ് അതിന്റെ ബൈക്ക് പോകും ചാച്ചിട്ടാണ്. അത് താനാണോ തീരുമാനിക്കണേ? പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കണേ? പ്യാരി, എല്ലാത്തിനും കോടതിയിൽ വിടാന്നേ. അയ്യോ, നീയൊക്കെ എന്താ പാമ്പിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് കരുതിയാ? അല്ല സാറേ, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു സമാധാന അന്തരീക്ഷത്തിൽ എന്നൊരു നിഷ്പക്ഷ അഭിപ്രായം പറയണേ, ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് പോയിക്കൂടെ? എന്താണ് ഇയാൾ പറയണത്? മര്യാദക്ക് നീ വർത്താനം പറഞ്ഞില്ലെങ്കിൽ പല്ലിയാൻ അടിയാൻ നിലത്തൊരു ഞാൻ. ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ ഈ പറഞ്ഞതിന്റെ അങ്ങനെ ചെയ്തളി പറയണ്ട സാറേ, ഞങ്ങൾക്ക് പോയിക്കോടാൻ ചോദിക്കും. എന്നാൽ ഈ കേസിൽ ഇപ്പൊ നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ലാന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ജാമ്യത്തിൽ വിടുകയാണ്. അടുത്ത ജാമ്യം എഴുതി ഒപ്പിട്ട് പോക്കോ. ശരി ശരി സാർ, വലിയ ഉപകാരം. എടാ, നിങ്ങളോടല്ലേ പോകാൻ പറയാം, നിങ്ങൾ പോ. മരക്ക് കാര്യം മനസ്സിലായില്ലെന്നും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതെ, നിങ്ങൾ രണ്ടുപേരും പുറത്തോട്ട് പോയേ. പുറത്തോട്ട് പോകും. ചെല്ലി, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ പോവാ, നിങ്ങൾ സൈൻ ചെയ്യണം. ഇപ്പൊ പോവാ. എടുവാ എടുവാ. പോലീസ് സ്റ്റേഷനിലാടാ കോമഡി കാണിക്കണം. കറിക്ക് നല്ല മുണമൊക്കെ ഉണ്ടല്ലോടാ. ആരാ കറി വെച്ച്? കറി വെച്ചത് സുഗതനാണ് കറി വെച്ചത്. അല്ല സത്യനാണ് കറി വെച്ചത്. അല്ല സാറേ, സത്യത്തില് ഞാൻ നിരപരാധിയാണ്. ഈ പാമ്പ് പിടുത്തം എന്ന് പറയുന്ന പരിപാടിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് തന്നെ ഈ സുഗതനാണ്. ഇപ്പൊ ഈ മലമ്പാമ്പില്ലേ, ഈ മലമ്പാമ്പിനെ പിടിച്ചതും കറി വെച്ചതും ഒക്കെ ഈ സുഗതനാണ്. സാറേ പച്ച കള്ളമറയാണ്. എന്താണ് സത്യം എന്നുള്ളത് ഉണ്ണി പറയും. സാർ ഉണ്ണിയോട് ചോദിച്ചു. എന്തിനു ഞാൻ സാറേ സത്യം പറയാലോ സാറേ, പാമ്പിനെ പിടിച്ചത് സുഗതേട്ടനാണ്. കറി വെച്ചത് അത് തറച്ച് മുറിച്ച് കറിയാക്കിയത് ഈ സത്യേട്ടനാണ് സാറേ. അതിൻ്റെ അടിയിൽ കുഴപ്പമായി ദേശം ഗ്രേവി മാത്രമേ എനിക്ക് കിട്ടിയിട്ട് കഷ്ണമൊന്നും കിട്ടിയില്ല സാറേ. സംവിധാനം ഞാൻ ഉണ്ടാക്കി തരാം സാറേ. ദയവ് ചെയ്തിട്ട് എന്നെ ഈ കേസിൽ നിന്ന് ഒന്നും ഒഴിവാക്കണം സാറേ. എന്റെ ഭാര്യ കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല. ആരും തിന്നില്ല എന്നല്ലേ പറഞ്ഞ കഷ്ണം? അതെ. അപ്പൊ ഒരു 60 കിലോ വരുന്ന പാമ്പ് കറി വെച്ചിട്ട് 3 കഷ്ണമുള്ള, ബാക്കി കഷ്ണം ഇവിടെ? അതന്നെയാണ് സാർ പ്രശ്നം ഉണ്ടായത്. ആകെ ഈ കറിയുള്ളൂ. ബാക്കി ഇറച്ചി മുഴുവനും ഞങ്ങൾ ആരും അറിയാണ്ട് ഇവ മാറ്റി വെച്ചു. അതിന്റെ നെയ്യും ഊറ്റി വെച്ചു. അത് എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. നാട്ടുകാർ മുഴുവൻ സാറേ, മനസ്സാ വാച കർമ്മണ ഈ പറയണ മുഴുവൻ നോണയാണ് സാറേ. ഒന്നാമത് സുഗതൻ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാണ് ആ പാമ്പിന് നെയ്യില്ലാതെ പാമ്പിന് നെയ്യിൽ. വന്യജീവികളെ പിടിക്കുകയും കൊല്ലുകയും കറി വെക്കുകയും തിന്നുകയും ചെയ്യുന്ന എല്ലാവരും അകത്ത് കിടക്കും. ജാമ്യമില്ലാത്ത വകുപ്പാണിത്. 1972 വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂൾ 1 സെക്ഷൻ 13A പ്രകാരമുള്ള കുറ്റമാണ് മാന്യമാർ ചെയ്തേക്കണേ. 7 വർഷം വരെ അകത്ത് കിടക്കാം. പിന്നെ ഒരു 25,000 രൂപ പിഴയും കെട്ടേണ്ടി വരും. സാറേ, ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും പിടിച്ചകത്തുള്ള പേരെല്ലാം ന്യായം മായം. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.